മുമ്പ് 1-2 പ്രാവശ്യം ഇവിടെ വരാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത കൗതുകവും വിസ്മയവുമൊക്കെയാണ് തോന്നിയത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രോജക്റ്റ് തയ്യാറാകുമ്പോൾ കേരളത്തിലെ ഏറ്റവും മനോഹരമായൊരു ബ്യൂട്ടി സ്പോട്ടായി ഈ ജടായുപ്പാറ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ഈ പദ്ധതി 2004-2005 സമയത്താണ് പ്രയാറേട്ടൻ MLA ആയിരിക്കും ശ്രീ KC വേണുഗോപാൽ ടൂറിസം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് ഗവൺമെൻറ് തലത്തിൽ ഈ പദ്ധതി തുടങ്ങിയത്. പക്ഷേ ഇത്രയും വിപുലമായ ഒരു പദ്ധതി അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് എല്ലാ രീതിയിലുമുള്ള സഹായം ഉണ്ടാകണമെന്നുള്ള നിലയ്ക്കാണ് പിന്നീട് ഗവൺമെൻറ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അത് BOT സംവിധാനത്തിൽ ആക്കി മാറ്റുകയും ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ശ്രീ രാജീവ് അഞ്ചൽ ഈ ഒരു പദ്ധതി അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൂർത്തീകരിക്കുന്നതോടുകൂടി തന്നെ റോപ്പ് വേയും വരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവർക്കും വരുവാനുള്ള ഒരു അവസരം കൂടി ഒരുക്കുകയാണ്. നടന്ന് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഇങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമുക്ക് റോപ്പ് വേ എന്ന് എടുത്തു പറയാവുന്നതില്ല എന്നുള്ളത് ചെറുതായിട്ട് മലമ്പുഴയിലാണ്. ഗവൺമെൻറ് വളരെ സീരിയസ് ആയിട്ട് റോപ്പ് വേ നമുക്ക് ഇവിടെ മൂന്നാറിൽ ഉൾപ്പെടെ നടപ്പാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അത് നമ്മളൊരു പ്രാവർത്തിക തലത്തിലേക്ക് പോകുന്നു. ശ്രീ രാജീവ് അഞ്ചലിനെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്ക് തിരുവനന്തപുരത്ത് വരുന്ന സഞ്ചാരികൾക്ക് അത് ഇന്ത്യക്കകത്തു നിന്നും അതുപോലെ വിദേശത്തു നിന്നും ഇന്ന് വിദേശത്തു നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾ എറണാകുളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് കോവളവും പൊന്മുടിയുമൊക്കെയുള്ള വർക്കലയുമുള്ള തിരുവനന്തപുരത്ത് അതോടൊപ്പം തന്നെ ഈ തിരുവനന്തപുരത്തിനോട് തൊട്ടുകിടക്കുന്ന ഏതാണ്ട് 50 കിലോമീറ്ററിലധികം മാത്രം ദൂരമുള്ള കൊല്ലം ജില്ലയിലെ ഈ ജടായുപ്പാറയും അവർക്ക് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൗതുകം നൽകുന്ന ഒന്നാകും. തീർച്ചയായിട്ടും ജടായുപ്പാറ ഐതിഹ്യങ്ങളും പുരാണവും ഇഴചേർന്ന് നിൽക്കുന്ന ഇവിടം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് തുടങ്ങുന്ന ഈ റോപ്പ്വേയുടെ പ്രവർത്തനം അതിവേഗത്തിൽ പൂർത്തീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.